അങ്ങനെ നിഷ അച്യുതന്റെ സ്റ്റാൻഡപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് അടുത്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ അവർ കണ്ടസ്റ്റന്റ്. ലെറ്റ്സ് വെൽക്കം കാവ്യ ശ്രീനിവാസ്. സാധാരണ ഞാൻ ഊതിയിട്ടാണ് തുടങ്ങാറ്, നിങ്ങളല്ല. മൈക്കിന് കുറച്ച് വെള്ളം കൊടുത്തതാ. നമ്മള് കോഴീനെയൊക്കെ കൊലടേക്കാറ്റ് മുന്നേ വെള്ളം കൊടുക്കില്ലേ, അത്രേ ഉള്ളൂ. നമസ്കാരം ഉണ്ട് കേട്ടാ, ഞാൻ കാവ്യ ശ്രീനിവാസ്. 96 മോഡൽ, മെയ്ഡ് ഇൻ കുന്നോളം. എനിക്കറിയാം ഇപ്പൊ പറയും ഡ്യൂപ്ലിക്കേറ്റ് എന്ന്. അങ്ങനെ ഇപ്പൊ കുന്നോളത്ത് നിന്ന് ഇടുന്ന എല്ലാ സാധനമൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല. എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ, സൂപ്പറാ. ുള്ളൂ അതിപ്പോ മിസ്റ്റർ ആലുംപറമ്പന്റെ കയ്യിലാണ്, വേറെ ആരുമല്ല, എന്റെ സ്വന്തം കെട്ടിയവൻ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാരെ സിമ്പിൾ ഇല്ലെന്നുള്ളൂ, ഓണർ ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. തന്നെ എന്റെ പ്രശ്നം. സ്വന്തമായിട്ടൊരു ജോലി ഇല്ലെന്ന് മാത്രല്ല, സ്വന്തമായിട്ടൊരു ഭാഷയില്ല. പഠിച്ചതും ഇത്ര വരെ വളർന്നതും കുന്നോളത്ത്. ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ നാടായ വൈപ്പിന് അയ്യമ്പിള്ളിക്ക് ഇങ്ങാട്ട് പോന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ദാക്കിടക്കണം കൊടുങ്ങല്ലൂര്. ഈ 3 ടീമും ഇടക്കിടക്കെന്റെ വായി കൂടെ കയറി ഇറങ്ങി പോവും. നിങ്ങൾ എന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പൊ രമേശ് ചേട്ടാ, താത്ത പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. രമേശനോട് ചോദിക്കണില്ല. അണ്ണാനോട് വരം കേട്ടറിയോന്ന് പറയണ്ട ആവശ്യം. അയ്യോ ഇല്ല. ഓക്കെ, ഇല്ലാത്തൊരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നേരെ തെറ്റിദ്ധാരണ. ഇവരൊക്കെ ഇതിന്റെ ആക്കാരം. ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അടിപൊളി. ഇവരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ കാലാണ്. ഈ ആദ്യ പ്രണയവും ആദ്യ ചുംബനൊക്കെ നമ്മൾ ആരും മറക്കാറില്ല എന്ന് പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടാ? ഉണ്ടാ? ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടാ. എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മയില്ല. ഡാന പോളത് 10 പേരിൽ എണ്ണിക്കൊണ്ടിരിക്കുക. എനിക്കുണ്ടായിരുന്ന ഒരു പ്രേമം ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതൊക്കെ മറക്കേണ്ടി വന്നു. അവിടെ മറവിക്കൊരു വരായി. ഇതുപോലെ കുറെ വരങ്ങൾ കിട്ടിയിട്ടുള്ളവരും കൊടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കണേ, എനിക്കറിയാം. അപ്പൊ പറയാൻ കൂടെ സംഭവം മറവി തന്നെ. പൊതുവെ നമ്മള് പെണ്ണുങ്ങൾക്കാണ് മറവി എന്നൊരു ചീത്തപ്പേരുണ്ട്. ശരി തന്നെ. എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മറവിന്റെ അമ്മയ്ക്കാ. ഗ്യാസ് മേലൊക്കെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ കലം പൊട്ടിത്തെറിച്ചാലും ആളടുക്കളേക്ക് എത്തില്ല. മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്ത് ഒരു സ്ഥലത്ത് ഉണ്ടാവില്ല. നിങ്ങളൊക്കെ 2018 വെള്ളപ്പൊക്കം കണ്ടുള്ളെങ്കിൽ എന്റെ വീട്ടില് മാസത്തില് 2 തവണ. അങ്ങനെ വീട്ടില് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും കൂടിയിട്ട് ധനനഷ്ടം സംഭവിക്കാൻ തുടങ്ങിയപ്പോ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിക്ക് ഒരു ലേഹ്യം റെക്കമെൻഡ് ചെയ്തു തന്നുട്ടാ. രമണി ചേച്ചി സൂപ്പറാ, അത് നമുക്ക് പിന്നെ പറയാം. അമ്മടല്ലേ മോള് ഒരു 12 തവണ ഓർമ്മിപ്പിച്ചതിന് ശേഷം സാധനം ഞാൻ വരുത്തിച്ചത്. സംഭവം വന്നു. ഇപ്പൊ ഇന്ന് രാവിലെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അമ്മനെ ഓർമ്മിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഉണ്ട് ഇത് കഴിച്ചിട്ട് ഇത് മൂടി വെക്കാനാ മറന്നു. ഉറുമ്പ് വന്ന് കഴിച്ചു. ഇപ്പൊ ഇന്ന് രാവിലെ ഉറുമ്പ് കറക്റ്റ് ടൈമിന് എത്തും. ഉറുമ്പിനെ തേറ്റു. അമ്മയ്ക്ക് കാര്യമില്ല. എന്റെ കെട്ടിയോന് ഇതുപോലെ തന്നെ ഭയങ്കര മറവിയാട്ടാ. മറവി എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് മനുഷ്യനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞതും പിള്ളേരെയൊക്കെ അങ്ങോട്ട് മറക്കും. താത്താനെയൊക്കെ ഞാൻ രക്ഷിച്ച് നിർത്തിയേക്ക, മറക്കരുതല്ല. ഈ ദാമ്പത്യങ്ങൾ തകരണത് ചില മറവികൾ കാരണ. ഒരു ദാമ്പത്യം മറവി കാരണം ഉണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കൂ? ഉണ്ടായിണ്ടെന്ന്. എനിക്കൊരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ ഒരുത്തനായിട്ട് പൂരിഞ്ഞ പ്രേമായിരുന്നു കേട്ടാ. പ്രേമിച്ച് ലാസ്റ്റ് പിരിയാൻ പറ്റില്ല എന്നായി. വീട്ടുകാരാണെങ്കിലും കല്യാണം നടത്തി കൊടുക്കില്ല. ലാസ്റ്റ് ഇവളുടെ കല്യാണം വേറൊരുത്തനായിട്ട് ഉറപ്പിച്ചു. അന്ന് എന്നെ ഇവരെ വിളിച്ചു, ചേട്ടയ്ക്ക് ചേട്ടന് ഇന്ന് എന്നെ കാണണം. ആൾക്കാരെ മുന്നിൽ വെച്ച് കാണാൻ പറ്റുമോ? നാട്ടുകാർക്ക് മുഴുവൻ കതറിയാ. ഞാൻ അടുക്കള വാതിൽ തുറന്നിടാ. ചേട്ട കയറി വന്നു പറഞ്ഞു, ഇവളുടെ വീട്ടില് ഭയങ്കര എലിശല്യ. എന്ന് രാത്രി അടുക്കളയിൽ എലിക്കണി വെക്കും. ഇത് വിളുവിനോട് പറയാൻ പറഞ്ഞു. ചക്കൻ കയറി വന്നു, കെണിയില ചവിട്ടി പണിയായി. ഒച്ചയായി ബഹളായി, ആളായി കൂട്ടായി, അടിയായി പിടിയായി. പിറ്റേന്ന് കല്യാണം നടന്നു. അന്ന് കിട്ടിയ അടിയുടെ ആഘാതം കൊണ്ടാണെന്ന് അറിയില്ല. ചെക്കനിപ്പോ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള വഴി അഴഞ്ഞേ വരൂ. കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ചിട്ട് വന്ന സമയത്തെ എന്തോ ഭാഗ്യം, ഇവളുടെ അമ്മ എലിക്കണി വെക്കാൻ മറന്നു. ഇല്ല, ദാമ്പത്യ ജീവിതം ടിങ് ടിങ് ടിങ്. ഈ മറവിയുടെ കാര്യം പറയുമ്പോ നമുക്ക് ഓർമ്മേനെ മറക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഭയങ്കര ഓർമ്മയുള്ള ഒരു ചങ്ക് കൂട്ടുകാരൻ ഉണ്ടാവില്ലേ? ക്യുണ്ട്. എന്നാടാ നമ്മളന്ന് അവിടെ പോയിട്ട് ബർഗർ കഴിച്ചെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലേ വിത്ത് ടൈം ഡേറ്റ് കുത്തുകോമ ഒപ്പ് സുഡു. ഇവനൊരു പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടാ. നമ്മുടെ പോലെ ഒന്നുമല്ല, എന്റെ പോലെ മറവിയൊന്നുമില്ല. അവന് ഭയങ്കര ദിവ്യമായ ഡുങ്കുടുങ്കു.
ഒരു 2.5 വർഷം അടിപൊളിയായിട്ട് നടന്നു. ഇവള് നൈസായിട്ട് എന്റെ സ്വഭാവ തേച്ചു. ചക്കനാണെങ്കിലും ഒരു മറക്കാൻ പറ്റുള്ള ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യാനൊക്കെ നോക്കിന്ന്. പിന്നെ ഏതൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്തൊരു മരുന്ന് എഴുതി കൊടുത്തു. ഇവളുടെ പേരടക്കം മറന്നു. കിടക്കട 1 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും ഇവള് തന്നെ വീണ്ടും പ്രേമിച്ചു. 6 മാസം കഴിഞ്ഞപ്പില്ലേ വീണ്ടും തേച്ചു. ഇപ്പതാ അന്ന് മരുന്ന് കൊടുത്ത ഡോക്ടറെയും ആ മരുന്നിന്റെ പേരും മറന്നു. അത് തപ്പിയുള്ള നടപ്പാ. ഇനിയിപ്പോ അവരെ ഞങ്ങൾക്ക് മറക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. സത്യം പറയട്ടെ, ഇത്ര നേരം പറഞ്ഞ ഞാൻ തള്ളായിരുന്നു. ഇങ്ങനെ ആരുമില്ല. മറവിയുടെ കാര്യം പറയുമ്പോ ഇവിടെ ഞാൻ പറയേണ്ടത് എൻ്റെ ഒരു ചങ്കത്തി കൂട്ടുകാരത്തിനെ പറ്റിട്ടാ. എൻ്റെ ലൈഫിൽ എനിക്ക് ആകെ ഒരു സങ്കടമുള്ളൂ, സ്വന്തമായിട്ട് ആങ്ങളമാരില്ല എന്നുള്ളത്. ഇത് പറഞ്ഞിട്ടില്ലേ, ഇവളാണെങ്കിലും മറവിയുടെ ഹോൾസെയിൽ ഡീലർഷിപ്പ് നടത്തണതാ. ആങ്ങളമാരില്ല എന്ന് പറഞ്ഞിട്ട് 14 ജില്ലയിലായിട്ട് 28 ആങ്ങളമാരെ അവൾ എനിക്ക് ഉണ്ടാക്കി തന്നുട്ടാ. ഇവന്മാരൊക്കെ ഇവള് മറന്നു, ഇവന്മാരൊന്നും എന്നെ മറന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് ഇത് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, അവന്മാരൊന്നും നിന്നെ മറന്നിട്ടില്ലാട്ടാ. മറവിയാണ് കണ്ടന്റ്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഞാൻ മറന്നു എന്ന് പറയുന്നു നിങ്ങൾ വിചാരിക്കും. ഇല്ല, സൂപ്പർ ക്ലൈമാക്സ് ഉണ്ട്. ഒരു പാട്ടെ. മറന്നുവോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഇങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ട് അയ്യമ്പള്ളി ചെറായി ഞാറക്കൽ പ്രദേശത്ത് ആരെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു സുമേഷ് ചേട്ടാ, രതീഷ് ചേട്ടാ, രമേശ് ചേട്ടാ, രമേശ് ചേട്ടനല്ല, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. പാരമ്പര്യമായിട്ട് മറവിയുള്ള കുടുംബത്തിലാണ് ഞാൻ. ഇനിയിപ്പോൾ നിങ്ങളത് അറിയില്ലെങ്കിൽ ഇതെങ്കിലും കണ്ടിട്ട് എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ഇങ്ങോട്ട് കയറി വന്ന സമയത്ത് രതീഷ് ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി പറയണം എന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ടന്റിനോട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മറന്നിട്ടുണ്ട്. നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാവ്യ നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. പ്രത്യേകിച്ചും ആ സ്ലാങ്ങിലുള്ള അവതരണം ഭയങ്കര രസമായിരുന്നു ശരിക്കും. ജഡ്ജ്മെന്റ് അറിയാം. രമേശ് ചേട്ടാ. കാവ്യ നല്ല രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നല്ലോണം? ഇല്ല. ഒട്ടും പഠിച്ചിട്ടില്ലേ? ഇല്ല. സ്കൂൾ യുവനോത്സവത്തിന് എന്തൊക്കെ ഇനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു? ഡാൻസ്, പാട്ട്, പ്രസംഗം, പിന്നെ റെസിറ്റേഷൻ, മലയാളം. ചെറിയൊരു ചാക്യാർ കൂത്തൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വർത്താനത്തിലൊക്കെ. എനിക്ക് അടങ്ങി നിക്കാൻ അറിയില്ല. എനിക്കിങ്ങനെ അനങ്ങാണ്ട് നിക്കാൻ അറിയില്ല. അത് പറയുമ്പോ ഈ എളി കൊണ്ടും ഇതുകൊണ്ടും ഒക്കെ കുറെ ഇതൊക്കെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോ ഇത് വന്നപ്പോ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ശരീരം കൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ഇതിനകത്ത് തമാശ വന്ന് പെട്ട് കിടക്കുന്നത് ഏതൊക്കെയായിരുന്നു കൃത്യം തമാശകളൊന്ന് റീകളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഒരു പുകയാ. കൃത്യമായിട്ടൊരു സാധനം ഇന്ന തമാശ നല്ലതായിരുന്നു, ഇന്ന സാധനം ഇന്ന പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിക്ക് ചെയ്യാൻ കിട്ടുന്നില്ല. തൻ്റെ കഥകള്, പ്രേമം, കാര്യങ്ങൾ, ആ ഊതല് തുടക്കമൊക്കെ നല്ലതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചെറിയ ഡിഫക്റ്റ് തോന്നി. ബാക്കി എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു കേട്ടാ. സൂപ്പറായി. കാവ്യേ, വെരി ബ്യൂട്ടിഫുൾ ഇൻട്രൊഡക്ഷൻ ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ക്ലൈമാക്സ്. ക്ലൈമാക്സ് ഇന്നതാണ് എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോഴേക്കും അതല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്തൊക്കെയോ മറന്നു എന്ന് പറഞ്ഞത് ഗംഭീരമായി. ആക്ച്വലി ഈ പറഞ്ഞ പോലെ ആ സ്ലാങ്ങിന്റെ ഒരു എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് തൃശ്ശൂർ സ്ലാങ്ങിന്റെ ഒരു ഇതാണ്. ആ ഒരു ഫാസ്റ്റ് പേസിൽ ഇങ്ങനെ പോവല്ലേ, നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എവിടെയൊക്കെ. ഇപ്പൊ ഞാൻ കൊടുങ്ങല്ലൂരല്ലേ, അപ്പം ഞങ്ങള് കൊടുങ്ങല്ലൂർക്കാര് പൊതുവെ എല്ലാവരും 2 മിനിറ്റിന് പറയണത് ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ടേ പറഞ്ഞു തീർക്കുള്ളൂ. എക്സ്പ്ലനേഷൻ കൂടുതലാ. അതുകൊണ്ട് ഞാനിങ്ങനെ ട്രിം ചെയ്ത് എനിക്ക് പേടിയായിരുന്നു ഇത് എങ്ങനെ എത്തിക്കാൻ പറ്റും. മനസ്സിലായി. ഓഡിയൻസിനെ ഇതുവരെയായിട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാ. ഓക്കെ. അപ്പൊ ഇതൊരു നല്ല പ്രകടനമാണ് ശരിക്കും പറയാ. ഓഡിയൻസിന്റെ സപ്പോർട്ട് നല്ലതുപോലെ ഉണ്ടായിരുന്നു കാവ്യക്ക്. അപ്പൊ കാവ്യക്ക് തന്നെ മനസ്സിലായി, ലൈക്ക് പേടി ഉണ്ടായിരുന്നു നന്നായിട്ട്. എക്സ്പ്ലനേഷൻ ഒരു ഇത്തിരി കൂടുതലാന്ന് കാവ്യക്ക് എന്നെ ബോധ്യമുള്ളത് കൊണ്ട് ആ എക്സ്പ്ലനേഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കി ക്രിസ്പാക്കി ഈ വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊണ്ടുവന്നാൽ ഗംഭീരായിരിക്കും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. എനിവേ നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞ് അറിയാം. ഓക്കെ. നമസ്കാരം. വിഷു വേറെ കാര്യം, ഞാൻ മാട്രിന്ന് വിട്ടുവാനെ ഒരു കുപ്പി കിട്ടുമോ? ഫുൾ കുപ്പിയായിട്ട്
ന്യൂ ഇയറിനൊക്കെ തീർന്നേ, അതൊന്നും ഇങ്ങനെ TV ഒന്ന് ചോദിക്കല്ലേ. അയ്യോ അതിൽ മദ്യം വേണമെന്നില്ല, പിന്നെ കാലിക്കുപ്പി കിട്ടിയാ മതി. കാലിക്കുപ്പി മതിയോ? ഒരു കാലിക്കുപ്പി വേണം എനിക്ക്. അതെന്താ നീ ആക്രി കച്ചവടം തുടങ്ങിയ? ആക്രി കച്ചവടം ഒന്നല്ല, നമ്മുടെ കുട്ടപ്പഞ്ചേട്ടൻ്റെ ഞാൻ പറയാറില്ല വീടിനടുത്തുള്ള താത്തക്കൊക്കെ അറിയാവുന്ന ഇതല്ലേ? കുട്ടപ്പഞ്ചേട്ടൻ്റെ മോൻ സുരേഷേട്ടനായിട്ട് ഞാൻ ഇടക്ക് നൈറ്റ് സമയങ്ങളൊക്കെ മീൻ പിടിക്കാൻ മറ്റേ കോരുവല വെച്ച് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് പോകുന്നുണ്ടല്ലോ. ആ മീൻ പിടിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയെടുത്ത് ഇടയ്ക്ക് കുഞ്ഞു ചില കളർ മീനൊക്കെ കിട്ടും ഇതിന്റെ കൂടെ. കുറെ പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പിടിച്ചിട്ട് ഈ കുപ്പിയിലാക്കിയിട്ട് ഈ ടേബിളിന്റെ ഈ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ വെക്കണമെങ്കിൽ ആ മീൻ ഓടിക്കളിക്കണേ കണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാൻ. അല്ല അതെന്താ ഇവിടെ മീൻ കൊണ്ടുവയ്ക്കുന്നത്? പക്ഷേ ഈ കുപ്പിയിൽ നമ്മൾ വെള്ളമൊക്കെ കറച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഈ കളർ മീനൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഇതിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിന് എന്ത് കുളിർമയായിരിക്കുള്ളൂ, എന്ത് സന്തോഷമായിരിക്കും. കാരണം മീൻ്റെ അല്ലേ കഴിച്ച അതൊക്കെ ഒരു നമ്മുടെ മനസ്സിനും ഒരു എന്താ പറയാ ഒരു അല്ലേ ഭയങ്കര സംഭവം ഉണ്ടാവും നമുക്ക് മനസ്സിൽ. ഒരു പോസിറ്റീവ് എനർജി കിട്ടും ശരിക്കും പറഞ്ഞാൽ. ശരിയാ, മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള അല്ലേ, സമാധാനത്തിന്റെ ചിഹ്നങ്ങളാ, പാവങ്ങളാണല്ലോ. അതാണ് അതാണ് അതാണ്. ഇതിനാര് തീറ്റ കൊടുക്കും? അതിന് തീറ്റ കൊടുക്കണം എന്താണ്? അതിന് ഞാൻ തീറ്റ ആക്കിയല്ലേ. അങ്ങനെ ഉച്ചയാകുമ്പോ ഞാനതിനെ വറുത്തിന്നു. പിന്നെ ഞാനിവിടെ രാത്രി കഷ്ടപ്പെട്ട് പോയി കോരുവലയും കോരി മീനേം പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ട് തത്തിക്കളിപ്പിക്കാം. പിന്നെ ഈ മീൻ പിടിക്കാൻ പോണതിന്റെ വിഷമം താത്തക്കറിയോ? ഇല്ല. വിഷു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പത്താൻ പറ്റി. എന്താ? ഈ സുരക്ഷേട്ടൻ്റെ ഇവിടെ കഴിഞ്ഞ രാത്രി മീൻ പിടിക്കാൻ പോയിട്ടൊരു ഭയങ്കര പറ്റുപറ്റി എനിക്ക്. എന്താ അത്? ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം അങ്ങട്. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വലിയ കാട്ട മന്ദൻ പൂച്ചൂട്ടി. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വലിയ കാട്ട മന്ദൻ പൂച്ചൂട്ടി. മഞ്ഞക്കൂരിക്കാരിയും കക്ക ഞണ്ട് കൊഞ്ചതും ഇടത്തോട്ടിൽ വലത്തോട്ടായി കിടപ്പുണ്ടവരെല്ലാം. ഒറ്റക്കാലിൽ പൊക്കമ്മാവൻ കുത്തുന്നു കിട്ടുന്നില്ല. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വലിയ കാട്ട മന്ദൻ പൂച്ചൂട്ടി. തങ്കപ്പന്റെ മൂത്ത മോൻ സുരേട്ടനന്റെ കൂട്ടുകാരൻ കോരുവല കൊണ്ടു ഞങ്ങള കൊട്ടുവള്ളിത്തോട്ടിനുള്ളിലായി കോരിക്കോരി മീൻ പിടിക്കവേ. കപ്പക്കാലം ഞണ്ടവൻ കാലേലൊന്നിറുക്കി എന്നെ കാലും പൊക്കി വാലും പൊക്കി ഓടവേ. സുരച്ചേട്ടൻ കോരിത്തന്ന മീനും പോയി മാനവും പോയി. പന്നക്കാട്ടിൽ കുഞ്ഞിത്തോട്ടിൽ വങ്കം പൂച്ചൂട്ടി എന്നെ കാട്ടും വലിയ കാട്ട മന്ദൻ പൂച്ചൂട്ടി. അപ്പോൾ നിഷ അച്യുതനും കാവ്യ ശ്രീനിവാസനും ലഭിക്കുന്ന മാർക്സ് പ്രൈസസ് ഒക്കെ അറിയാം. രമേശേട്ടാ പറയൂ. മറ്റൊരു രസകരമായ എപ്പിസോഡ് കൂടെ തീരുകയാണ്. എന്തോ എങ്ങനെയോ എല്ലാവരും അല്ല രണ്ടുപേരും പ്രണയം എന്ന വിഷയമാണ് ഇന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ പറഞ്ഞു വന്നത്. യാദൃശ്യമായിരിക്കാം, അത് രചന നാരായണൻകുട്ടിക്ക് വലിയ സന്തോഷം നൽകി എന്നാണ് അറിയാൻ സാധിച്ചത്. നന്നായി. ഇന്നത്തെ രണ്ടുപേരുടെയും പ്രകടനങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 94 മാർക്കുകളോടുകൂടി നിഷ അച്യുതൻ, 92 മാർക്കോടുകൂടി കാവ്യ ഒപ്പം. വൺസ് അപ്പോൺ എ ടൈം സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുന്നത് നിഷ അച്യുതനാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് യു ഗെറ്റിംഗ് ദി സെക്കൻഡ് പ്ലേസ്. രണ്ടുപേർക്കുള്ള സമ്മാനം പറക്കാട് ജുവൽസും പറക്കാട് നാച്ചുറൽ റിസോർട്ടുമാണ് നൽകുന്നത്. സമ്മാനം കൊടുക്കാനായിട്ട് രമേശ് ചേട്ടനെയും രചനയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു പ്ലീസ്. സീസൺ 4
പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ funsupon@gmail.com നിങ്ങളുടെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യുക. ആൻഡ് വിത്ത് ദിസ് വി ആർ വൈൻഡിംഗ് അപ്പ് ദിസ് എപ്പിസോഡ് ഓഫ് Once Upon a Time സീസൺ 4. വീണ്ടും കാണാം. Until then, bye bye.